Hi all, in this session we will be looking on previous year gate questions from the subject fluid mechanics. Fluid mechanics, fluid properties എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ എന്താ പ്രീവിയസ് ഇയർ ഗേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് അതിന്റെ സൊല്യൂഷൻസ് ആണ് എന്ത് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് സെഷനിൽ നമ്മൾ എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഫുൾ തിയറി നമ്മൾ എന്താ പഠിച്ചു. സോ ടുഡേ we will be looking on the questions from fluid properties. So first question is, a fluid is said to be Newtonian when the shear stress is dash. Options: directly proportional to velocity gradient, inversely proportional to velocity gradient, independent of velocity gradient, none of this. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എന്താ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്താ ഉത്തരം പറയാൻ പറ്റും. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ ആണ്. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി നോക്കിയതാണ് എന്ത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ എന്താണ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ ടോ പ്രപ്പോർഷണൽ ടു എന്താ du/dy ആണ്. അതിൽ ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ഷിയർ സ്ട്രെസ് ആണ്. ആൻഡ് du/dy എന്ന് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ എന്താ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്നാണ്. അപ്പോൾ ഇതാണ് എന്ത് ഷിയർ സ്ട്രെസ് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എന്നാണ് എന്ത് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇവിടെ നോക്കാൻ നേരത്തെ നമുക്ക് എന്താണ് ഓപ്ഷൻ എ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ് അതാണ് എന്ത് അതിൻ്റെ ആൻസർ. മൂവിങ് ഓൺ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എന്ത് ഫ്ലൂയിഡ് ഈസ് വൺ വിച്ച് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സബ്സ്റ്റൻസ് ദാറ്റ്. ഓപ്ഷൻ എന്താണ് ഹാസ് ദാറ്റ് സെയിം ഷിയർ സ്ട്രെസ് അറ്റ് ഓൾ പോയിന്റ്സ്, can deform indefinitely under the action of smallest shear force. Option C has the same shear stress in all direction. Option D എന്താ is practically incompressible. അപ്പോൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യമേ പഠിപ്പിച്ചാണ് എന്ത് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലൂയിഡ് ആർ ദി സബ്സ്റ്റൻസ് എന്താ കണ്ടിന്യൂസ്ലി ഡിഫോം ചെയ്യും. ചെറിയൊരു ഫോഴ്സിൽ തന്നെ എന്താ കണ്ടിന്യൂസ് ആയിട്ട് ഡിഫോം ചെയ്യുന്ന സാധനമാണ് എന്ത് ഫ്ലൂയിഡ് എന്ന് പഠിച്ചു. അപ്പോൾ ഇതിൽ നോക്കാൻ നേരത്തെ എന്താണ് ഓപ്ഷൻ ബി can deform indefinitely under the action of smallest shear force. ചെറിയൊരു ഫോഴ്സിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡിഫോം ചെയ്യുന്ന സാധനമാണ് ഫ്ലൂയിഡ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ. അപ്പോൾ വളരെ സിമ്പിൾ ആണ്, പക്ക ഫണ്ടമെന്റൽ ആണ്. ഞാൻ പറഞ്ഞു ടോപ്പിക് 1 എന്ന് പറഞ്ഞാൽ എന്താ വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, നമുക്ക് ഈസി ആയിട്ട് എന്താണ് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്താ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ ആണ് എന്ത് ദി ഡയമെൻഷൻ ഓഫ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്താ ഡയമെൻഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ് ml⁻⁻1, ഓപ്ഷൻ ബി L²T⁻⁻1, ഓപ്ഷൻ സി ml⁻⁻1 T⁻⁻1, ഓപ്ഷൻ ഡി MT⁻². അപ്പോൾ ഈ 4 ഓപ്ഷൻ നോക്കാൻ നേരത്ത് നമുക്ക് ഓൾറെഡി അറിയാം എന്താ സർഫസ് ടെൻഷൻ നമ്മൾ എന്തായിരുന്നു പ്രഷർ ഇൻറ്റു ഡയമീറ്റർ ആ ഒരു ടേംസിലാണ് വന്നത് അല്ല. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ Nm/m² ആണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മീറ്റർ ആണ്. അപ്പോൾ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും Nm/m എന്നാണ് വന്നത് അതിൻ്റെ SI യൂണിറ്റ് അല്ലേ Nm/m. അപ്പോൾ നമ്മുടെ മൈൻഡിൽ അപ്പം തന്നെ ഉണ്ടാവണം സർഫസ് ടെൻഷൻ്റെ SI യൂണിറ്റ് എന്താണ് Nm/m ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ് ഒറ്റയടിക്ക് തന്നെ പറയാം MT⁻². നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എന്താ ഉത്തരം പറയാൻ പറ്റും. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ വേണം. Nm/m ആണെങ്കിൽ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ ഫോഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ അങ്ങനെ പോകരുത്. ഞാൻ ഓൾറെഡി നിങ്ങൾ ആ ടേബിളിൽ പഠിപ്പിച്ചായിരുന്നു LT⁻⁻1 LT⁻², MLT⁻². ഫോഴ്സിൻ്റെ എന്താണ് MLT⁻² ആണ് ന്യൂട്ടൺ. അപ്പോൾ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLT⁻² ആണ്. മീറ്റർ എന്താണ് L ആണ്. അപ്പോൾ L പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ MT⁻² എന്ന് കിട്ടും. ഇത് നമുക്ക് എന്താണ് സെക്കൻഡ്സ് കിട്ടും, 2 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടും. പക്ഷേ ആ കൺസെപ്റ്റ് എന്താ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താ സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ ആണ്. സർഫസ് ടെൻഷൻ യൂണിറ്റ് Nm/m ആണ്. സോ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ MT⁻² ആണ്. ഇനി നമുക്ക് എന്താ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ ദി SI യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ. ഡയമെൻഷൻ എന്നല്ല SI യൂണിറ്റ് ആണ് നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് സർഫസ് ടെൻഷൻ എന്താ SI യൂണിറ്റ് ഞാൻ പറഞ്ഞു എന്തായിരുന്നു സിഗ്മയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ Nm/m ആണ്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് Nm/m² ഉണ്ട് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി എന്താണ് Joule/m ഉണ്ട്, ഓപ്ഷൻ സി എന്താണ് Joule/m² ഉണ്ട്, ഓപ്ഷൻ ഡി എന്താ Watt/m ഉണ്ട്. പക്ഷേ ഈ 4 ഓപ്ഷനിലും നമ്മൾ പഠിച്ച ഓപ്ഷൻ ഇല്ല Nm/m എന്നില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ്. ആക്ച്വലി ഈ ഒരു SI യൂണിറ്റ് തന്നെ നമുക്ക് എന്താ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 ഓപ്ഷനിലെ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. അതെങ്ങനെയാണ് നമ്മൾ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ Nm/m ആണ്. അപ്പോൾ ഈ Nm/m ഞാൻ എന്താ ന്യൂമിനേറ്ററിലും മീറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിലും മീറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എനിക്ക് എന്ത് കിട്ടും Nm എന്ന് പറഞ്ഞാൽ എന്താണ് ജൂളാണ്. മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ m². അപ്പോൾ Joule/m² നോക്കിയാൽ എന്താണ് ഓപ്ഷൻ സി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്താണ് സർഫസ് ടെൻഷൻ്റെ SI യൂണിറ്റ് നമുക്ക് എന്താണ് Joule/m² എന്താ റെപ്രസെൻറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത് ഇഫ് P is the gauge pressure within a spherical droplet,
then gauge pressure within a bubble of the same fluid and of same size will be dash. ഓപ്ഷൻ തന്നേക്കണം എന്താ P/4, ഓപ്ഷൻ ബി P/2, ഓപ്ഷൻ സി P, ഓപ്ഷൻ ഡി എന്താ 2P. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കണം എന്താണ്, ഒരു സ്പിരിക്കൽ ഡ്രോപ്ലെറ്റ് ഉണ്ട്, പിന്നെ നോർമൽ ബബിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ, അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് വരുന്നതെന്നാണ് തമ്മിലുള്ള റിലേഷൻ. നമ്മളപ്പോൾ എന്താ വാട്ടർ ഡ്രോപ്ലെറ്റ്, സോപ്പ് ബബിൾ, ഇതിൻ്റെയൊക്കെ കേസിൽ എന്താണ് പ്രഷറും സർഫസ് ടെൻഷനും തമ്മിലുള്ള റിലേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ കേസിൽ എന്തായിരുന്നു, P = എന്താണ് 4 σ/d ആയിരുന്നു അല്ലേ. P ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ 4 σ/d ആയിരുന്നു. ഇപ്പോൾ P ഓഫ് സോപ്പ് ബബിളിൻ്റെ കേസിൽ എന്തായിരുന്നു 8 σ/d ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ സോപ്പ് ബബിളിൻ്റെ കേസ് PS എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2 ടൈംസ് എന്താണ് PW എന്ന് എഴുതിക്കൂടെ, വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ 2 ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താ അവർ പറഞ്ഞേക്കണത്, ഇഫ് P ഈസ് ദി ഗേജ് പ്രഷർ വിത്തിൻ എ സ്പിരിക്കൽ ഡ്രോപ്ലെറ്റ്, ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിലെ ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ P ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ PWയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ P ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യണമെങ്കിൽ സോപ്പ് ബബിളിൻ്റെ കേസിലുള്ള അല്ലേ, ദെൻ ദി ഗേജ് പ്രഷർ വിത്തിൻ എ ബബിൾ ഓഫ് ദി സെയിം ഫ്ലൂയിഡ്, സോപ്പ് ബബിളിൻ്റെ കേസിൽ അപ്പോൾ എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സോപ്പ് ബബിളിൻ്റെ കേസിൽ PS എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും, 2 ടൈംസ് P-നോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കാൻ നേരത്തെ എന്താണ്, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് നമുക്ക് എന്ത് 2P എന്ന് കിട്ടിയേക്കുന്നത്. ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിളാണ്. ബേസിക് കൺസെപ്റ്റ് വെച്ച് നമുക്ക് എന്താണ് ഇത് സോൾവ് ചെയ്യാം. നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Kinematic viscosity of air at 20 degrees Celsius is given to be 1.6 into 10⁻⁻5 meters square per second. Its kinematic viscosity at 70 degrees Celsius will be varying approximately dash. Option തന്നേക്കുന്ന 2.2 into 10⁻⁻5 meters square per second. Option B 1.6 into 10⁻⁻5. Option C 1.2 into 10⁻⁻5 meters square per second. And option D 3.2 into 10⁻⁻5 meters square per second. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ, എയറിൻ്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്, ഇപ്പം T1 എന്ന് പറഞ്ഞാൽ നമുക്ക് 20 എടുക്കാം, ഈസ് ഗീവൺ ടു ബി 1.6 into 10⁻⁻5 എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക് വിസ്കോസിറ്റി μ1 ആണ് നമുക്ക് എന്ത് 1.6 into 10⁻⁻5 എന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 70 ഡിഗ്രി സെൽഷ്യസിലുള്ള 70 ഡിഗ്രി സെൽഷ്യസ് ഞാൻ എന്താ T2 ആയിട്ട് എടുക്കുന്നതാണ്. 70 ഡിഗ്രി സെൽഷ്യസിലുള്ള കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ μ2 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് ഓൾറെഡി കൈനമാറ്റിക് വിസ്കോസിറ്റിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് μ/ρ ആണ്. കൈനമാറ്റിക് വിസ്കോസിറ്റി μ/ρ ആണ്. പക്ഷെ നമുക്ക് μയും തന്നിട്ടില്ല റോയും തന്നിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ. പക്ഷേ നമുക്ക് അറിയാം എന്താണ് ഈ കേസിൽ എന്താ എയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. എയറിൻ്റെ കേസിൽ എന്താണ് വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എയറിൻ്റെ കേസിൽ എയർ എന്ന് പറഞ്ഞാൽ എന്താ ഗ്യാസ് ആണ്. ഗ്യാസിൻ്റെ കേസിൽ എന്താ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താ ടെമ്പറേച്ചറാണ്. സിമിലർലി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്താ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇതേപോലെ നമ്മൾ ലിക്വിഡ്സിനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എയർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആയതുകൊണ്ട് നമ്മൾ എന്താ വിസ്കോസിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ്, ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ നമുക്ക് എന്താ ഈ ഒരു വിസ്കോസിറ്റിയും ഡെൻസിറ്റിയും എന്താ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ വിസ്കോസിറ്റിക്ക് പരമായിട്ട് എന്താണ് √T കൊടുക്കാം, ഡെൻസിറ്റിക്ക് പരമായിട്ട് എന്താ 1/T എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ എന്താ കൈനമാറ്റിക് വിസ്കോസിറ്റി പ്രപ്പോർഷണൽ ടു √T/1/T എന്ന് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ മാറും, കൈനമാറ്റിക് വിസ്കോസിറ്റി പ്രപ്പോർഷണൽ ടു T⁻³ എന്നാവും. കൈനമാറ്റിക് വിസ്കോസിറ്റി പ്രപ്പോർഷണൽ ടു എന്താ T⁻³. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്തതിന് എന്ത് വരും μ/T⁻³ ഈക്വൽ ടു എന്താ എ കോൺസ്റ്റന്റ് എന്ന് കൊടുക്കാം. അതിൽ നിന്ന് എന്താണ് μ1/T⁻³ ഈക്വൽ ടു μ2/T⁻³ ഇങ്ങനെ എഴുതിക്കൂടെ. μ1/T⁻³ ഈക്വൽ ടു μ2/T⁻³. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് μ1 തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ എന്താ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. μ1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് 1.6 into 10⁻⁻5 ആണ്. μ2 അറിഞ്ഞുകൂടെ അത് കണ്ടുപിടിക്കണം. T1 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ 20 + 273 ചെയ്യണം. അതേപോലെ 70 ഡിഗ്രി സെൽഷ്യസ് ആണ് T2, അതിനെയും നമ്മൾ എന്താ കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ എന്താ അവിടെയും എന്താ +273 ചെയ്യണം. അപ്പോൾ അതെല്ലാം പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു ഇക്വേഷനിൽ പുട്ട് ചെയ്താൽ നമുക്ക് എന്താ അതിൽ നിന്ന് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും μ2യുടെ എന്താ വാല്യൂ കിട്ടും. സോ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ μ2യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ ഓപ്ഷൻ എ 2.2 into 10⁻⁻5 2.02 അറൗണ്ട് റേഞ്ച് വരും. ഈ ഓപ്ഷനിൽ ഏറ്റവും നിയറസ്റ്റ് എന്താണ്
ഓപ്ഷൻ എ ആണ്. സോ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താ 2.2 × 10⁻⁵ ആണ്. അപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് എയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗ്യാസ് ആണ്. ഗ്യാസ് ആവുമ്പോഴത്തുള്ള റിലേഷൻ നമ്മൾ എടുക്കണം. വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ളത്, ഡെൻസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ എന്താ ലിക്വിഡ്സിൻ്റെ ടേംസിലും ചോദിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക, അതനുസരിച്ച് എന്താണ് ആൻസർ ചെയ്യുക. ദി SI യൂണിറ്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഡാഷ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റും. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷൻ എ ആണ്, m²/s. 4 ഓപ്ഷൻ ആണ്. m²/s, kg/m², m/s², m³/s². പക്ഷേ ഇത് വായിക്കേണ്ട കാര്യമില്ല, അപ്പം തന്നെ നമുക്ക് എന്താ ഉത്തരം എഴുതാൻ പറ്റും m²/s എന്ന്. കാരണം എന്താ? കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? μ/ρ ആണ്. മ്യൂയുടെ SI യൂണിറ്റ് kg/m². ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം ആണ്, kg/m³. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താ? m²/s കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് ടൈം കളയരുത്. കാരണം നമുക്ക് ഇതൊക്കെ എന്താ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് m²/s എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് അപ്പോൾ തന്നെ എന്താ 1 മാർക്ക് എന്താ സിമ്പിളായിട്ട് കിട്ടും. മൂവിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഫോർ എ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. Options: shear stress is proportional to shear strain, rate of shear stress is proportional to shear strain, shear stress is proportional to rate of shear strain, rate of shear stress is proportional to rate of shear strain. നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഈ IIT-കാരുടെ പരിപാടിയാണ് എന്ത്? അങ്ങോട്ട് ഇങ്ങോട്ട് എന്താ വേർഡ്സ് ജഗിൾ ചെയ്തിടുക. ഫോർ എ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ്, അല്ലെങ്കിൽ എന്താ ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷൻ സി ആണ്. അപ്പോൾ പക്ക സിമ്പിളാണ്, സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. പക്ഷേ എന്താ കൺസെപ്റ്റ് പെട്ടെന്ന് എഴുതി തെറ്റിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്ടൺസ് ലോ ബേ ചെയ്യുന്ന ഫ്ലൂയിഡാണ്. അപ്പോൾ ന്യൂട്ടൺസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു എന്താ? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? ഓയിൽ ഇൻ എ ഹൈഡ്രോളിക് സിലിണ്ടർ ഈസ് കംപ്രസ്ഡ് ഫ്രം ആൻ ഇനീഷ്യൽ വോളിയം 2 m³ to 1.96 m³ if the pressure of oil in the cylinder changes from 40 megapascal to 80 megapascal during compression, the bulk modulus of elasticity of oil is dash. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ K ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. തന്നേക്കുന്ന ഓപ്ഷൻസ് എന്താ? 1000 megapascal, ഓപ്ഷൻ ബി 2000 megapascal, ഓപ്ഷൻ സി 4000 megapascal, ഓപ്ഷൻ ഡി 8000 megapascal. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന വാല്യൂ എന്തൊക്കെയാണ്? ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ അകത്ത് ഓയിലുണ്ട്, അതിനെ കംപ്രസ് ചെയ്യുന്നതാണ്. ഇനീഷ്യൽ വോളിയം 2 m³ എന്ന് പറഞ്ഞാൽ എന്താ? V1 ആണ് 2 m³ ടു 1.96 m³ എന്ന് പറഞ്ഞാൽ എന്താ? V2 ആണെന്ത്? 1.96 m³. If the pressure of oil in the cylinder changes from 40 megapascal to 80, പ്രഷർ എന്താ 40 നിന്ന് 80 മാറി എന്ന് പറഞ്ഞാൽ P1 ആണെന്ത്? 40, P2 ആണെന്ത്? 80. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും? റിലേഷൻ അപ്ലൈ ചെയ്യാൻ നേരത്തെ എന്താണ്? ഓൾറെഡി അറിയാം, ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി K എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ പ്രഷർ ബൈ എന്താ? വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. ചേഞ്ച് ഇൻ പ്രഷർ ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. വോളിയോമെട്രിക് സ്ട്രെയിൻ നമ്മൾ എന്താ മൈനസ് പുട്ട് ചെയ്യും. ഓൾറെഡി ഞാൻ പറഞ്ഞു തിയറി എടുക്കാൻ നേരത്തെ എന്താ? ബൾക്ക് മോഡുലസിന്റെ വാല്യൂ പോസിറ്റീവ് ആവാൻ. അപ്പോൾ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? P2 മൈനസ് P1 ആണ്. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, അതാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ. മൈനസ് ഓഫ് V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ എന്താ? V1. അപ്പോൾ നമുക്ക് ഓൾറെഡി പ്രഷറിൻ്റെയൊക്കെ വാല്യൂ അറിയാം. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? 1840 ആയിരുന്നു അല്ലേ? P2 P1. അപ്പോൾ 80 മൈനസ് 40 ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് V2 V1 എത്രയായിരുന്നു വാല്യൂ? V2 1.96 ആണ്. V1 എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണ്. അപ്പോൾ നമ്മളെന്താ 1.96 മൈനസ് 2 ഡിവൈഡഡ് ബൈ V1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. സോ ഈ ഒരു വാല്യൂ ഫുള്ള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്യാൻ നേരത്തെ നമുക്ക് എന്താണ്? കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 2000 megapascal എന്ന് കിട്ടും. 2000 megapascal. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കാൻ നേരത്തെ എന്താ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണെന്ത്? 2000. അപ്പോൾ ബൾക്ക് മോഡുലസ് K എന്ന് പറഞ്ഞ വാല്യൂ എന്താ? 2000 megapascal എന്ന് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ്. ബൾക്ക് മോഡുലസ് ഡയറക്റ്റ് റിലേഷൻ ആണ്. ചേഞ്ച് ഇൻ പ്രഷർ ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. ആകെ ശ്രദ്ധിക്കേണ്ട ആ നെഗറ്റീവ് എടുക്കാനായിട്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താണ് ഉത്തരം കിട്ടും. ഇനി മൂവിങ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A Newtonian fluid is filled in the clearance between a shaft and concentric sleeve. The sleeve attains a speed of 50 cm/s when a force of 40 Newton is applied to the sleeve parallel to the shaft. Determine the speed
if a force of 200 Newton is applied. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ, ഒരു ഷാഫ്റ്റ് സ്ലീവ് ഉണ്ടെന്നൊക്കെയാണ്. ഷാഫ്റ്റ് സ്ലീവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ, ഒരു സർക്കുലർ ആയിട്ട് സിലിണ്ടറിക്കൽ ആയിട്ട് നമ്മൾ ഒരു മെക്കാനിക്കൽ കമ്പോണൻ്റ് ആണ്. അതിൻ്റെ ഇടയിൽ ഒരു സ്ലീവ്, ഒരു ഷാഫ്റ്റ് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലിയറൻസിൽ, ഈ ഒരു ഷാഫ്റ്റ് സ്ലീവിൻ്റെ ഒരു ക്ലിയറൻസിൽ എന്താണ്, ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്ലീവ് അറ്റൈൻസ് എ സ്പീഡ് ഓഫ് 50 cm/s വെൻ എ ഫോഴ്സ് ഓഫ് 40 Newton ഈസ് അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ F1 എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ് എന്ത്, 40 Newton. അത് അപ്ലൈ ചെയ്യാൻ നേരത്ത് ആ ഒരു സ്ലീവിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, V1 50 cm/s ആണ്. ഇനി നമ്മൾ ഫോഴ്സ് ഒരു F2 എന്ന് പറയുന്നത് 200 Newton ആക്കിയാൽ അപ്പം ഉണ്ടാവുന്ന വെലോസിറ്റി V2 എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫോഴ്സ് 200 Newton ആക്കിയാൽ അപ്പം ഉണ്ടാവുന്ന വെലോസിറ്റി എത്ര? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് എന്താണ്, വളരെ സിമ്പിളാണ്. കാരണം ഫോഴ്സും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, ഫോഴ്സ് എന്താണ്, പ്രപ്പോർഷണൽ ടു എന്താ, വെലോസിറ്റിയാണ്. ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ എന്താ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ F1/V1 ഈക്വൽ ടു എന്താണ്, F2/V2 ആണ്. F1/V1 ഈക്വൽ ടു എന്താ, F2/V2 ആണ്. Fൻ്റെ വാല്യൂ നമുക്ക് എന്താ 40 ആണ്, V1 എന്താ 50 ആണ്. സോ 40/50 വിൽ ബി ഈക്വൽ ടു എന്താണ്, F2 എന്ന് പറഞ്ഞാൽ എന്താണ് 200 ആണ്, ഡിവൈഡഡ് ബൈ എന്താണ് V2 ആണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് എന്താണ് V2യുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ സോൾവ് ചെയ്തതിന് എന്ത് കിട്ടും, V2 ഈക്വൽ ടു എന്താണ് 2.5 m/s എന്ന് കിട്ടും. അതാണ് എന്ത്, കറസ്പോണ്ടിങ് വെലോസിറ്റി. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു കൺസെപ്റ്റ് ആണ്. ഇപ്പോഴും ചിലവർ ആലോചിക്കും ഇത് എങ്ങനെ ഫോഴ്സ് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ആയി, എങ്ങനെയാണ് ആ ഒരു കൺസെപ്റ്റ് എടുത്തതെന്നുള്ളെങ്കിൽ അതിന് നമുക്ക് എന്താ, ആ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയുടെ ബേസിക് കൺസെപ്റ്റ് വെച്ച് വേണേൽ നമുക്ക് എന്താ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ടോ ഈക്വൽ ടു എന്താ mu × du/dy ആണ്. ഇതിലെന്താ ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ റെപ്രസെൻറ്റ് ചെയ്യാം. വിൽ ബി ഈക്വൽ ടു എന്താ mu × du/dy. ഇനി ഇതിൽ നിന്ന് എന്താ ഏരിയ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു എന്താണ് mu a × du/dy എന്ന് എഴുതാം. ഇതിൽ ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ആകെ ചേഞ്ച് ആവുന്ന എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സും വെലോസിറ്റിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ ഫോഴ്സ് ഈക്വൽ ടു എന്താ കോൺസ്റ്റൻറ്റ് ഇൻറ്റു du എന്ന് പറഞ്ഞ ടേമിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് v എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. F ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു v, അല്ലെങ്കിൽ എന്താ F പ്രപ്പോർഷണൽ ടു എന്താ വെലോസിറ്റി. അപ്പോൾ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട എന്താ, ഈ ഒരു കൺസെപ്റ്റാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പ്രപ്പോർഷണൽ ടു വെലോസിറ്റി എന്ന് വെച്ചാൽ ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു ബേസിക് കൺസെപ്റ്റ് ഫോഴ്സ് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി എന്നാണ് അറിയാമെങ്കിൽ എന്താ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പിൽ എന്താ ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ അതെന്താണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പ്രപ്പോർഷണൽ ടു വെലോസിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ത്, പിക്ക് ദി കറക്റ്റ് ഓപ്ഷൻ. അസേർഷൻ ബ്ലഡ് ഈസ് എ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. റീസൺ എന്ന് പറഞ്ഞാൽ എന്താ, ദി റേറ്റ് ഓഫ് സ്ട്രെയിൻ വേരീസ് നോൺ ലീനിയർലി വിത്ത് ഷിയർ സ്ട്രെസ് ഫോർ ബ്ലഡ്. അപ്പോൾ ഇതിലെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ, എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റീസൺ ആണോ തന്നേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ നോക്കിയാൽ കാണാം. ബോത്ത് എ ആൻഡ് ആർ ആർ ഇൻഡിവിജ്വലി ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എയും ആറും ശരിയാണ്, ആർ എന്ന് പറഞ്ഞാൽ എൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓപ്ഷൻ ബി എന്താ, എയും ആറും ട്രൂ ആണ്, പക്ഷെ ആർ എന്ന് പറഞ്ഞാൽ എന്താ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഓപ്ഷൻ സി എന്താ, എ ശരിയാണ്, പക്ഷെ ആർ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റാണ്, ആർ ഈസ് ഫോൾസ്. ഓപ്ഷൻ ഡി എന്താ, എ തെറ്റാണ്, ആർ ശരിയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണെന്നാണ്. അപ്പോൾ നമ്മൾ ന്യൂട്ടോണിയൻ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്ത്, ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്താണ് അസേർഷൻ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ തെറ്റാണ്, എ എന്ന് പറഞ്ഞാൽ എന്താ ഫോൾസ് ആണ്. ഇനി റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് വേരീസ് നോൺ ലീനിയർലി വിത്ത് ഷിയർ സ്ട്രെസ് ഫോർ ബ്ലഡ്. അതെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം. കാരണം എന്താ, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൽ എന്താ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ നോൺ ലീനിയർ ആയിട്ടുള്ള റിലേഷൻ ആണ് എന്ത് ഷിയർ സ്ട്രെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ ആർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താ ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താ, എ ഈസ് ഫോൾസ്, ആർ ഈസ് ട്രൂ. ഓപ്ഷൻ ഡി ആണെന്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ആൻസർ വരുന്നത്. ക്ലിയർ? ഇനി നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻ മോഷൻ ഈസ് 1 പോയിസ്. വാട്ട് വിൽ ബി ദി വിസ്കോസിറ്റി ഇൻ പോയിസ് വെൻ ദി ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ളപ്പോൾ ഫ്ലൂയിഡിൻ്റെ ആ ഒരു വിസ്കോസിറ്റി എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഓപ്ഷൻസ് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുമെന്ത്, ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താ 0, ഓപ്ഷൻ ബി 0.5, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ എന്താ 2 ആണ്. അപ്പോൾ പക്കാ സിമ്പിളാണ്, ഒരു സെക്കൻഡിനുള്ളിൽ എന്താ ഇതിൻ്റെ ആൻസർ എഴുതാം. പക്ഷേ ഇതും എന്താണ് ഒരുപാട് സ്റ്റുഡൻസ് എന്താ തെറ്റിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ എന്താ,
മോഷനിലുള്ളപ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി, ആ ഒരു ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി എന്താ 1 പോയിസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ റെസ്റ്റിലുള്ളപ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി എന്താണെന്നാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ സി 1 ആണ്. പക്ഷെ പലരും എന്താണ് ഈ ഒരു 0യിലേക്ക് കുത്താറുണ്ട്. കാരണം റെസ്റ്റ് ആണ്, അപ്പോൾ റെസ്റ്റിലാകുമ്പോൾ വിസ്കോസിറ്റി ഇല്ല എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയാണോ? അല്ല. ഫ്ലൂയിഡിന് എന്താണ് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു വിസ്കോസിറ്റി ഉണ്ടെങ്കിൽ റെസ്റ്റിലും എന്താണ് ആ ഒരു വിസ്കോസിറ്റി തന്നെയാണ്. ബാക്കിയുള്ള ചേഞ്ചസ് എന്താ ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യുകയായിരിക്കും, ഇല്ലെങ്കിൽ പ്രഷർ എഫക്റ്റ് ചെയ്യുമായിരിക്കും. ബട്ട് ആ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സെയിം തന്നെയാണ്. അപ്പോൾ അത് മൈൻഡിൽ വെക്കുക, തെറ്റിക്കരുത്. റെസ്റ്റിലാണെങ്കിലും എന്താ ഫ്ലൂയിഡിന് എന്താണോ ആ വിസ്കോസിറ്റി അത് തന്നെയായിരിക്കും വന്നത്. സോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്ഷൻ സി 1 ആണ് എന്ത് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ വിസ്കസ് ഫ്ലോ ഓർ എ പ്ലേറ്റ് ഈസ് ഗിവൺ ബൈ എന്താ u ഈക്വൽ ടു 4y മൈനസ് y സ്ക്വയർ ആണ്. 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മീറ്റർ വേർ u is the velocity in meter per second at a point distance y from the plate. If the coefficient of dynamic viscosity is 1.5 Pascal second, what is the shear stress at y equal to 1.2 meter? ഓപ്ഷൻ തന്നേക്കുന്നത് എന്താ? ഓപ്ഷൻ എ 1.4, ഓപ്ഷൻ ബി 1.8 പാസ്കൽ, ഓപ്ഷൻ സി 2 പാസ്കൽ, ഓപ്ഷൻ ഡി 2.4 പാസ്കൽ. സോ ഇതിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ഷിയർ സ്ട്രെസ് ആണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി വെച്ചിട്ട് നമുക്ക് എന്താ ഷിയർ സ്ട്രെസ്സിൻ്റെ റിലേഷൻ അറിയാം. എന്താ ടോ ഈക്വൽ ടു എന്താ മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ വിസ്കോസിറ്റി ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് എന്ത് 1.5 പാസ്കൽ സെക്കൻഡ് ആണ് എന്ത് വിസ്കോസിറ്റിന്ന് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിസ്കോസിറ്റി എന്താണ് 1.5 ആണ്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ ഡി യു ബൈ ഡി വൈ ആണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്താ വെലോസിറ്റി യു എന്ന് പറഞ്ഞാൽ എന്താ 4y മൈനസ് y സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെന്താ ഡി യു ബൈ ഡി വൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു ടേമിനെ 4y മൈനസ് y സ്ക്വയറിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 മൈനസ് എന്താ 2y എന്ന് കിട്ടും അല്ലേ? ആ ഒരു ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 മൈനസ് 2y എന്ന് കിട്ടും. ഇനി നമുക്ക് വൈക്ക് കൊടുക്കേണ്ട വാല്യൂ പറഞ്ഞിട്ടുണ്ട് എന്ത് 1.2 മീറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഡി യു ബൈ ഡി വൈന് പകരം എന്താ 4 മൈനസ് എന്താ 2 ഇൻറ്റു എന്താ 1.2 2 ഇൻറ്റു 1.2 എന്താ പുട്ട് ചെയ്യുക. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2.4 പാസ്കൽ എന്ന് ഉത്തരം കിട്ടും. 2.4 പാസ്കൽ. സോ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് എന്ത് ഇതിൻ്റെ ഉത്തരം. പിന്നെ വളരെ സിമ്പിൾ ആണ്. ടോ ഈക്വൽ ടു എന്താ മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഇതിൽ ഡി യു ബൈ ഡി വൈ എടുക്കാൻ എന്താ ആ യു കമ്പൗണ്ട് നമ്മൾ എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിൽ ഈ വൈക്ക് ഈ 2 കൊണ്ട് പുട്ട് ചെയ്യരുത്. ക്വസ്റ്റ്യനിൽ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് y 1.2 ആവാന്നിടത്തുള്ള ഷിയർ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ വൈക്ക് എന്ത് ചെയ്യുക? 1.2 പുട്ട് ചെയ്യുക. അത് വെച്ച് എന്താ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം എന്ത് കിട്ടും? 2.4 എന്താ പാസ്കൽ എന്ന് കിട്ടും. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദി ഫോളോയിങ് ആണ് ചോദിച്ചേക്കുന്നത്. മാച്ച് ദി ഫോളോയിങ്, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ ലിസ്റ്റ് 1ൽ നമുക്ക് തന്നേക്കുന്നത് എന്തൊക്കെയാണ്? ഐഡിയൽ ഫ്ലൂയിഡ് തന്നിട്ടുണ്ട്, ബി ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് തന്നിട്ടുണ്ട്, സി എന്താ മ്യൂ ബൈ റോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ ഡി എന്താ മെർക്കുറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എന്ത് ലിസ്റ്റ് 1. ലിസ്റ്റ് 2ൽ എന്താ 6 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. വിസ്കോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റേറ്റ് ഓഫ് ഡിഫോർമേഷൻ. ജസ്റ്റ് സെക് ഞാൻ ഒരു മാഗ്നിഫയർ വെച്ച് നിങ്ങളെ കാണിക്കാം. വിസ്കോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റേറ്റ് ഓഫ് ഡിഫോർമേഷൻ. ഓപ്ഷൻ 2 എന്താണ് ഫ്ലൂയിഡ് ഓഫ് 0 വിസ്കോസിറ്റി. ഓപ്ഷൻ 3 എന്താ ഡൈനാമിക് വിസ്കോസിറ്റി. 4th വൺ എന്താ കാപ്പിലറി ഡിപ്രഷൻ. 5th വൺ എന്താ കൈനമാറ്റിക് വിസ്കോസിറ്റി. 6th വൺ എന്താ കാപ്പിലറി റൈസ് ആണ്. അപ്പോൾ ഏതൊക്കെ തമ്മിൽ എന്താണ് മാച്ച് ചെയ്യും എന്നുള്ളത്, എ എന്തായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, ബി എന്തായിട്ടാണ്, സി എന്തായിട്ടാണ്, നമുക്കിവിടെ ഓപ്ഷൻ നോക്കിയാൽ കാണാം. രണ്ടും നമ്മൾ കണക്ട് ചെയ്തിട്ട് എ ബി കണക്ട് ചെയ്യണ ഏതാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് വിസ്കോസിറ്റി 0 ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. എ എന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്യണ എന്താണ് 2 ആയിട്ടാണ്. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വിസ്കോസിറ്റി 0 ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. ഇനി സെക്കൻഡ് വൺ എന്താണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. സെക്കൻഡ് വൺ എന്താ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ വിസ്കോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് എന്താ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ആണ്. അപ്പോൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു 1 വിസ്കോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ആയിട്ടാണ് ഇത് മാച്ച് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ് മ്യൂ ബൈ റോ ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താ ഇതെന്ന് പറഞ്ഞാൽ എന്താ മ്യൂ ബൈ റോ ആണ്. അപ്പം മ്യൂ ബൈ റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. മ്യൂ ഈക്വൽ ടു എന്താ മ്യൂ ബൈ റോ. അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ് ആ ഒരു ടേമിൽ വന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് എന്ത് ഓപ്ഷൻ ഡി എന്താ മെർക്കുറി ഇൻ ഗ്ലാസ്. മെർക്കുറി ഇൻ ഗ്ലാസ് എന്ന് പറയുന്ന അർത്ഥം എന്താ കാപ്പിലറി ഡിപ്രഷൻ അല്ലേ. നമ്മൾ കാപ്പിലറി റൈസ് കാപ്പിലറി ഫോൾഡ് പഠിച്ചപ്പോഴേക്കും എന്താ ട്യൂബിൽ മെർക്കുറി ആണെങ്കിൽ എന്തായിരിക്കും കാപ്പിലറി ഡിപ്രഷനാണ്. അപ്പോൾ ഓരോ നമുക്ക് കിട്ടി. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്യുന്ന എന്തായിട്ടാണ് ഫ്ലൂയിഡ് ഓഫ് 0 വിസ്കോസിറ്റി ആണ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ
ഫ്ലൂയിഡ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ആണ്. ന്യൂ ബൈ റോ എന്ന് പറഞ്ഞാൽ എന്താ കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. മെർക്കുറി ഇൻ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ കാപ്പിലറി ഡിപ്രഷൻ ആണ്. അപ്പോൾ ഇത് ഇത്രയും മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് എന്ത് ഇപ്പം നമ്മൾ മാച്ച് ചെയ്ത രീതിയിൽ എന്താ ഉത്തരം വന്നത് 2154. ഡി കണക്ട് ചെയ്യാൻ നേരത്ത് ഇത് രണ്ടുമായിട്ട് A2 ആണ്, B1 ആണ്, C5 ആണ്, D4 ആണ്. സിമിലർലി നമുക്ക് എന്താ അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ മാച്ച് ഫോളോയിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 1 or 2 കണക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താ കിട്ടും. ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു 3 കണക്ട് ചെയ്യുമ്പോൾ തന്നെ 215 ABC കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് എന്താ ഒരു 2 or 3 കണക്ട് ചെയ്യുമ്പോൾ തന്നെ എന്താ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുമെന്ന് മാച്ച് ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസില്ല. അപ്പോൾ അത് ഒരിക്കലും എന്താ തെറ്റിക്കരുത്. സിമ്പിൾ ആയിരിക്കും, ബേസിക് തിയറി കൺസെപ്റ്റ്സ് ആയിരിക്കും, അത് വെച്ച് എന്താ ഈസി ആയിട്ട് ചെയ്യാം. Moving on to next question, the relation between shear stress and the shear strain for the rapid flow of granular material is given by tau equal to B into du by dy the whole square, where B is a constant if m, l, t are mass, length and time dimension respectively. What is the dimension of constant B? B എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്, tau equal to B into du by dy the whole square. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറഞ്ഞതിൻ്റെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ml-1, t-1, mt-1, ml-1, t-2, ml-1. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഞാൻ ഉത്തരം എന്താ ഫട്ടാഫട്ട് ഗസ് ചെയ്യണത് ഓപ്ഷൻ ഡി ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഗസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ആ ഒരു ടേബിൾ 5 ടേബിൾ പോയിന്റ്സ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. LT-1, LT-2, MLT-2 ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ എന്താ ഏതൊരു ഡയമെൻഷൻ ക്വസ്റ്റ്യൻസും എന്താ പെട്ടെന്ന് സോൾവ് ചെയ്യാം. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ഓരോ ടേംസിന്റെ എന്താ കേസ് നമ്മൾ നോക്കണം. നമുക്ക് തന്നേക്കുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ tau ഈക്വൽ ടു എന്താ B ഇൻറ്റു du ബൈ dy ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഈ ടോന് വരുമായിട്ട് നമ്മൾ എന്താ ഫോഴ്സ് എന്തായിരുന്നു LT-1, LT-2, MLT-2 എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ എന്താ കൺസെപ്റ്റ് എടുക്കാം. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ MLT-2 ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ L² ആണ്. ബി എന്താ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള ടേം അങ്ങനെ തന്നെ ഇടാം. du എന്ന് പറഞ്ഞാൽ എന്താ വെലോസിറ്റി ആണ്. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ഹോൾ സ്ക്വയർ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് വരും L² ബൈ T² എന്ന് വരും. ബൈ dy എന്ന് പറഞ്ഞാൽ എന്താ മീറ്റർ ആണ്, അതും എന്ത് വരും L² വരും. അപ്പോൾ ഈ ഒരു രീതി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ L² എന്താ കട്ടായി പോകും. T² ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും B ഈക്വൽ ടു എന്താ MLT-2 ഇൻറ്റു എന്താ T² വരും ഡിവൈഡഡ് ബൈ എന്താ L² വരും. ഇതും കട്ടായി പോകും. പിന്നെ ഒരു എല്ലാം കൂടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ML-1 എന്ന് വരും. അപ്പോൾ ഇത്രയും സമയം നിങ്ങൾ എടുക്കണ്ടേ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ ഒന്നുകൂടി നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ആ ഒരു സ്പീഡ്നെസ് നമുക്ക് എന്താ ആ ഒരു ഐഡിയ സ്പീഡ്നെസ് കിട്ടിയെങ്കിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്താ പെട്ടെന്ന് സോൾവ് ചെയ്യാം. ഇനി പല കുട്ടികളും ഇങ്ങനെയും ചെയ്യില്ല. ടോന് എന്താ ഫോഴ്സ് ബൈ ഏരിയ കൊടുക്കും. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മാസ് ഇൻറ്റു ആക്സലറേഷൻ കൊടുക്കും. ഓരോ ടേം നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വരാൻ നേരത്ത് അത് ബൾക്കി ആവും, കോംപ്ലക്സ് ആവും, തെറ്റാനുള്ള സാധ്യത കൂടും, ടൈമും പോകും. പക്ഷെ നമുക്ക് എന്താ ഗേറ്റ് ആണ് 1 മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഫട്ടാഫട്ട് സോൾവ് ചെയ്യണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ആൻസർ എന്താ സെലക്ട് ചെയ്യുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഓപ്ഷൻ ഡി ML-1 ആണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ബേസിക്കലി എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഫസ്റ്റ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ നല്ലപോലെ എന്താ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിന് എന്താ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൺസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഫോളോ ചെയ്തിട്ട് എന്താ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താ പ്രാക്ടീസ് ചെയ്യുക. സോ താങ്ക് യു ഗൈസ്.